രാമ 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 പാഹി മാം രാമ 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 പാഹി മാം രാമ 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 പാഹി മാം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ. എന്താ മാഷേ രാവിലെ പതിവില്ലാതെ അമ്പലത്തിലോട്ടൊക്കെ? ഓ അത് ശരി, ഹാപ്പി ബർത്ത്ഡേ മോനു. മോൻ എന്താ വല്ലാതിരിക്കുന്നത്? അവന് ഇന്നലെ മുതൽ ചെറിയ ഇപ്പോഴും മോന്റെ അസുഖത്തിന് കുറവൊന്നുമില്ല ചേട്ടാ? എന്ത് ഒന്ന് കുറഞ്ഞു വരുമ്പോ എന്ത് ചെയ്യാനാ? അതൊക്കെ മാറും ചേട്ടാ. ദൈവം എന്നൊരാൾ മുകളിലുണ്ടല്ലോ, ഒരാൾ ഉണ്ടായിരുന്നേ നമുക്കൊക്കെ ഇങ്ങനെ നിറയിക്കേണ്ടി വരും. അങ്ങനെ പറയല്ലേ ചേട്ടാ, എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാകുമല്ലോ. പിന്നെ വീട്ടിൽ ചിലവൊക്കെ എങ്ങനെ? അവളും മോളും ഇപ്പോ വീട്ടു ജോലിക്കൊക്കെ പോകുന്നു. കാശൊന്നിനും തികയുന്നില്ല. എന്നാലും കുറച്ചു പേര് ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും ഷെയർ ചെയ്യുന്നുണ്ട്. മൊത്തം കിട്ടിയതിലും കുറച്ചൊക്കെ. എന്നാ ശരി ചേട്ടാ, ഞാനും മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ശരി, ഒന്ന് തൊഴുതിട്ട് വേണം ഇവനെയും കൊണ്ട്. പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം ചൊല്ലിടു മടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യൻ. എടാ രാവിലെ തന്നെ പിറ്റാന്ന് തോന്നുന്നു. അളിയനെ തോന്നുന്നുണ്ട് അളിയ, അളിയനെ കൂട്ടാതെ പോകുന്നളിയ. ഇത് എന്താടാ ഈ പറയുന്നത്? രാവിലെ എവിടെ തെറ്റെടുത്ത് കാണാം, നമുക്കൊന്നും ഇല്ലടേ. പറഞ്ഞിട്ട് മനസ്സിലാവില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുവാടേ കയ്യില് നാടൻ കെട്ട പരിപാടികള് ഇതൊന്നും കൊറേ ആയല്ലേ, പ്രായം കുറെ ആയല്ലേ, നിർത്തിക്കൂടെ? അടയാ എന്താ അങ്ങോട്ട് നോക്കളിയാ? കുറെ നാളുകൊണ്ട് നിന്റെ പുറകെ നടക്കുക. ഇന്ന് എനിക്കൊരു ഉത്തരം കിട്ടണം. അങ്ങനെ അങ്ങ് പോയാലോടി. തൃപ്തിയായില്ലേ? ഇന്നത്തെ കോട്ട കഴിഞ്ഞില്ലേ? വന്നിട്ട് പണി തരാം. ക്ഷേത്രത്തിൽ ഇപ്പോഴും ഇത്തരത്തിലുള്ള ആചാരങ്ങൾ തുടരുന്നത്. ക്ഷേത്രത്തിൽ ഇപ്പോഴും വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മുൻപ് പറഞ്ഞതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഒരുപാട് കാലം ലക്ഷദ്വീപത്തിന് ഒരുക്കിയിരിക്കുന്നത്. 2000 വിവിധ സംഘടനകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ നാടിന്റെ നാനാഭാഗത്തുള്ളവരും അതേപോലെ തന്നെ സാംസ്കാരിക രാഷ്ട്രീയ പ്രമുഖരൊക്കെ തന്നെ ക്ഷേത്രത്തിൽ ലക്ഷദ്വീപത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു. ടി പി സെൻകുമാർ, അതേപോലെ തന്നെ കുമ്മനം രാജശേഖരൻ, ഒ രാജഗോപാൽ MLA അടക്കമുള്ളവർ സമയത്ത് തന്നെ, അതായത് കൃത്യസമയത്ത് തന്നെ 6:30 ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ നിന്നും അഗ്നി പകർന്ന് മതിലകത്തെ പ്രധാന ചിരാതിൽ തെളിയിച്ചതിന് ശേഷം കിഴക്കേ നടയിലെ ഈ ഓരോ വഹിക്കാൻ ഇവിടെ ഉണ്ടായിരുന്നു. പ്രായഭേദമന്യേ ഉള്ളവരൊക്കെ തന്നെ ഈ നാടിന്റെ ഈ ഒരു ഐശ്വര്യത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ടുള്ള ഈ ലക്ഷദ്വീപത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും തന്നെ ക്ഷേത്ര ദർശനത്തിന് തിരക്കുകൾ കൂടുകയാണ്. 6 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ചടങ്ങ് ഇനി 6
വർഷത്തിന് ശേഷം മാത്രമേ ഭക്തജനങ്ങൾക്ക് കാണാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ വിഷ്ണുദേവന്റെ അല്ലെങ്കിൽ പത്മനാഭന്റെ ഈ ചടങ്ങുകൾ നേരിട്ട് കാണാൻ ഇപ്പോഴും ക്ഷേത്രത്തിലേക്ക് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. വൈകിട്ട് 6 മണിയോടുകൂടി പൂർണ്ണമായും ഭക്തജനങ്ങളിലേക്ക് നിർത്തിയിരുന്നു. അതിനുശേഷം പ്രത്യേക നടകളിൽ കൂടി മാത്രമായിരുന്നു ക്ഷേത്രത്തിൽ കാണുന്നത് പോലെ തന്നെ എവിടെ പോയി ഒളിച്ചാലും വൈദ്യുതി അലങ്കാരം അടക്കമുള്ള നീ എന്താണ് വിചാരിച്ചത്? ഞാൻ വെറും ഉണ്ണാക്കനാണെന്നോ? എന്റെ വകയും കൂടെ കൊടുക്കണ പറഞ്ഞോ വിടല്ലേ അണ്ണാ, ഈ അവസരം ഇനി നമുക്ക് കിട്ടത്തില്ല. നമ്മളെ കുറെ കൊതിപ്പിച്ചതാ, വിടല്ലേ. വാടാ. അണ്ണാ, ഞാനും കൂടെ. ഓടാ. എടാ, ചത്ത് കിടക്കുമ്പോഴെങ്കിലും ഈ കോപ്പൊന്ന് ഓഫ് ചെയ്ത് വെക്ക്. നിന്റെയൊക്കെ ചുനാൽപ്പിക്കേഷൻ അങ്ങ് ചൊരണ്ടിയിരിക്കുക. പുല്ലെല്ലാം ഞാൻ അടിച്ച് ഞാൻ പൊട്ടിച്ചു കളയും കേട്ടോ. എടാ, എന്തായി കാര്യം? അയാൾ അറസ്റ്റ് ചെയ്തെന്നാ കേട്ടത്. എന്തായാലും അവനെ അവർ അറസ്റ്റ് ചെയ്തല്ലോ. ഇവനെയൊക്കെ അറസ്റ്റ് ചെയ്യല്ല വേണ്ടത്, നാട് റോട്ടിലിട്ട് പച്ചയ്ക്ക് വെട്ടിക്കൊല്ലാണ് വേണ്ടത്. എടാ, വിഷ്ണു ഒന്നും അറിയണ്ട. ഒന്നാണ് അവൻ തകർന്നിരിക്കുക കേട്ടോ. ചേട്ടാ, കൊട്ടാരക്കര ഡിപ്പോ വരെ പോകാമോ? എന്താ, പോവാലോ. എന്നാ ശരി ചേട്ടാ. ആ ചേട്ടാ, കൂടെ ചേട്ടാ. ചേട്ടാ, കൊട്ടാരക്കര ഇവിടെ അടുത്താണോ ചേട്ടാ? അല്ല, കുറച്ച് ദൂരം ഉണ്ട്. ആ വഴിയെ പോയാൽ
എളുപ്പം അങ്ങെത്താം. ചേട്ടാ ഇവിടെ അടുത്തൊരു പള്ളി ഉണ്ടായിരുന്നില്ല ചേട്ടാ മുമ്പ്, കുറച്ചുകൂടി മുമ്പോട്ടല്ലേ ചേട്ടാ അത്? പള്ളി ഓ ഇവിടെ അടുത്ത് തന്നെ ചേട്ടാ അതിനടുത്ത് തന്നെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ കുറച്ച് കാശ് തരാണ്, തിരിച്ച് കിട്ടാനൊന്നും പോണില്ല ചേട്ടാ പൈസ, അത് അറിയത്തില്ല. ആ പിന്നെ ചേട്ടാ ആ മീമഞ്ച് സിനിമയിലെ മുത്തു എന്ന ക്യാരക്ടർ ചെയ്തത് ചേട്ടനല്ലേ? അതെ അതെ, ആ പടത്തിലെ ഒരു മെയിൻ വേഷമാണ് ഞാൻ ചെയ്യുന്നത്. ആ ഒരു നല്ല വേഷമാണ്. അതെ ചേട്ടാ, എൻ്റെ പടത്തിൽ ചേട്ടൻ ഞാൻ ഒരു വില്ലൻ വേഷം വഹിച്ചിട്ടുണ്ട്. ചേട്ടൻ തന്നെ ചെയ്യണം, ചേട്ടൻ ചെയ്താലേ അത് പറ്റൂ. ഞാനോ വില്ലനോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചെയ്യാം. ആ ചേട്ടാ ചേട്ടാ ഈ സ്റ്റാൻഡിലാണോ ചേട്ടാ ഓടുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട് ചേട്ടാ? ഓട്ടോ ഒക്കെ എങ്ങനെയാ ചേട്ടാ, നല്ല ഗുണമുണ്ടോ? ആരൊക്കെയില്ലാതെ പോകുന്നു. ചേട്ടാ കുറച്ച് പെൺകുട്ടികളാണ് എൻ്റെ ഫിലിമിലേക്ക് കേട്ടോ. ചേട്ടൻ്റെ കറാപ്പിൽ അതിന് ആപ്റ്റായിട്ടുള്ള പെൺകുട്ടികളെല്ലാം ഉണ്ടോ? എനിക്കറിയില്ല, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. എന്ത് കട്ടറാ ചേട്ടാ ഇത്? നിങ്ങൾക്കൊക്കെ നോക്കിക്കൂടെ ഇത്? മനുഷ്യനെ നടുപടിഞ്ഞ പോലെ ടാക്സ് അടിച്ച് ഓടുന്ന വണ്ടിയല്ലേ ചേട്ടാ ഇത്? ഞങ്ങളൊന്ന് കംപ്ലൈൻറ്റ് ചെയ്ത് കൂടെ? ഇതിൽ അധികാരപ്പെട്ട ആരുമില്ല ചേട്ടാ. ചേട്ടാ ഈ വഴി കൂടെ പോവാം, ഇതൊരു ഷോർട്ട് കട്ടാണ് ചേട്ടാ. മാഷേ, അത് ഇഞ്ചക്കാട് പോകുന്ന വഴിയാണ്, എനിക്കറിയാവുന്നതല്ലേ. ദേ ഈ വഴിയാണ് പോകേണ്ടത്, അതും ഒരു ചുറ്റാണ്. ഇതല്ല ചേട്ടാ, ഞാൻ ആ വഴി കൂടെ പോയിട്ടുള്ളതല്ലേ, ചേട്ടനെ വേണമെങ്കിൽ വഴി ഞാൻ പറഞ്ഞുതരാം. ഷോർട്ട് കട്ടാണ്, ഇതിലും എളുപ്പമാണ്, 5 മിനിറ്റ് കൊണ്ട് എത്താം. വണ്ടി എടുത്ത് മാറ്റടാ. ഇല്ലെങ്കിൽ സാർ 1 മിനിറ്റ്. എന്താടാ ചൊറിച്ചില്? വണ്ടി എടുത്ത് മാറ്റിയില്ലെങ്കിൽ കാരണം അടിച്ച് ഞാൻ പൊട്ടിക്കും. നീ എന്തോടൊപ്പം നീ വിചാരിച്ചേ കൈ കിട്ടൂലോ നിന്നെ? നീ എന്താടാ പുന്നാരമോനെ വിചാരിച്ചേ? നീയൊക്കെ ഓരോ തൊണ്ടലായ്മകൾ കാണിച്ചിട്ട് നാട്ടിൽ വിളിച്ചെടുക്കുമ്പോൾ ഞങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു. എന്നാ ഒന്നും പറയല്ലേ, അവൻ വലിയ ഫിലിം സ്റ്റാർ അല്ലേ, ഫിലിം സ്റ്റാർ. പന്നി, നിന്റെ ശിങ്കിടികളുടെ നോക്ക്. ഇങ്ങോടാ. എന്തു ഇങ്ങോട്ട് പെണ്ണുമായിട്ട് നീ എവിടെ പോയത്? അത് ചോദിക്കാൻ താനാരാ? ആ പെണ്ണ് നിന്റെ ആര്? അവൾ എന്റെ പെണ്ണ്. പല തവണ ഞാൻ നിന്നെ കാണുന്നു, ഇനി മേലെ പരിസരത്ത് നിന്നെ കാണരുത്. മിണ്ടരുത് നീ. നിന്നെയൊക്കെ പേടിക്കാൻ സമൂഹം ഉണ്ടാവും, പക്ഷെ ഞങ്ങൾ നിന്നെയൊക്കെ പേടിച്ച് ഇനിയും മിണ്ടായിരുന്നാൽ നിന്നെപ്പോലുള്ള ഞരമ്പുകൾ ഇനിയും വളരും. ഇന്ന് ഞങ്ങൾ ചേർന്ന് നിന്നത് നിന്നെയൊക്കെ മാത്രമല്ല, നിന്നെയൊക്കെ സംരക്ഷിക്കുന്ന കൂട്ടിട്ട മറ്റോമാർക്കും ഇതൊരു പാഠമായിരിക്കണം. പ്രാണിയെ പോലും നീ വെറുതെ വിട്ടില്ല. അല്ലണം ഇങ്ങനെ പറഞ്ഞ മനസ്സിലാവില്ല.